പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല സമരിയാക്കാരൻ്റെ ഉപമ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്നൊന്ന് നോക്കേണ്ട കാര്യമുണ്ട്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴി നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലൂടെ, വീടിൻ്റെ ഇടനാഴികളിലൂടെയാണെന്നൊന്ന് ചിന്തിച്ചാൽ ഈ ഒരു ഉപമ നമ്മളെ വല്ലാതെയൊന്ന് ഭാരപ്പെടുത്തി തുടങ്ങും. അതിൻ്റെ ഇരുവഴികളിലുമായിട്ട് മുറിവേറ്റ് കിടക്കുന്നവരിൽ എൻ്റെ അപ്പൻ്റെ മുഖം ഉണ്ടാവും, അമ്മയുടെ മുഖം ഉണ്ടാവും, മക്കളുടെയും സഹോദരങ്ങളുടെയും മുഖം ഉണ്ടാവും. ഏറ്റവും കൂടുതലായി ഈ പ്രായമായിട്ടുള്ള വൃദ്ധരായിട്ടുള്ള നമ്മുടെ കാരണവന്മാരുടെ മുഖം ഉണ്ടാവും. അവരുടെ മുറിവുകളിലേക്ക് നമ്മൾ ഇതുവരെ ശ്രദ്ധ കൊടുത്തിട്ടില്ലെന്ന്. ശ്രദ്ധയില്ലായ്മ തന്നെയാണ് സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. പ്രിയപ്പെട്ടവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ പോകുന്ന മനുഷ്യരെ നോക്കിയിട്ട് ഒരു നല്ല സമരിയക്കാരനെ കാണിച്ചു തരും. അവരുടെ ആഴമുള്ള മുറിവുകളിലേക്ക് പോലും ശ്രദ്ധ പുലർത്തുന്ന മനുഷ്യരായി മാറാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ തരും ഇന്നത്തെ വചനം. താഴെയിരിക്കുന്ന അമ്മയ്ക്ക് നെഞ്ചുവേദന വന്നിട്ട് മൊബൈലിൽ മകളെ വിളിക്കുമ്പോൾ മുകളിൽ കിടക്കുന്ന മകള് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തിരക്കില്ല, ഫോണിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നു. അമ്മ എപ്പോഴും വിളിക്കുന്നതാണല്ലോ, ശല്യമാണ്. നെഞ്ചുവേദന കൂടി അവസാനം മകള് താഴെ വരണ നേരത്ത് അമ്മ മരണത്തിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയൊരു പാതകം ചെയ്തതിൻ്റെ വേദനയിൽ ഇന്നും ഇങ്ങനെ ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാത്തൊരു പെൺകുട്ടി. നല്ല സമരിയാക്കാരൻ ആവേണ്ടിയിരുന്നിടത്ത് ഇങ്ങനെ അവഗണിച്ച് കളഞ്ഞത് ഒരാളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് മരണത്തിലും, ഒരാളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് മരണം പോലൊരു ജീവിതത്തിലുമാണെന്ന് നമ്മൾ കാണും. അത്രയ്ക്ക് എക്സ്ട്രീമിലേക്കൊന്നും പോകുന്നെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളിലേക്ക് പോലും നമുക്ക് നോട്ടം കിട്ടുന്നില്ലല്ലോ. മദർ തെരേസ ഒരാളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ ഓടയിൽ കിടക്കുന്ന മനുഷ്യനാണ്. അയാളുടെ മുറിവുകൾ ക്ലീൻ ചെയ്യുമ്പോൾ പട്ടാളക്കാരൻ വന്ന് ചോദിക്കുന്നത്, മദർ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യണേ? ഇത്തിരി ദേഷ്യത്തിലാണ്. മദർ പറയും, സർ ഐ ആം ഹെൽപ്പിംഗ് ഹിം ടു ഫൈൻഡ് ഹി സ്മൈൽ ബിഫോർ ഹി ഡൈസ്. ഇയാൾ മരിക്കുന്നതിന് മുൻപ് ഇയാളുടെ കളഞ്ഞുപോയ പുഞ്ചിരികളെ തിരികെ കൊടുക്കാൻ ഞാൻ ഇയാളെ ഹെൽപ്പ് ചെയ്യാണ്. യു ടു ഹെൽപ്പ്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും. അയാളുടെ ഉള്ളിലേക്ക് ഇത് ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കാരണം വീട്ടിൽ സ്വന്തം ഭാര്യയുടെ പ്രയാസങ്ങളിലേക്ക് പോലും നോട്ടമയക്കാത്തൊരു മനുഷ്യൻ, അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത, അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാത്തൊരു മനുഷ്യനായിരുന്നു അയാളെ. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ശ്രദ്ധ പുലർത്താൻ വേണ്ടിയിട്ടാണ്. നല്ല സമരിയാക്കാരൻ എന്നുള്ള ഒരു കഥാപാത്രത്തെ നമ്മുടെ ഓരോരുത്തരുടെയും സാധ്യതയായിട്ട് അവതരിപ്പിച്ചിട്ട് കർത്താവ് പറയും, കൂടെയുള്ളവരുടെ മുറിവുകളിലേക്ക് ശ്രദ്ധ പുലർത്തുക, അവരുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ പുലർത്തുക. അവരിങ്ങനെ തളർന്നിരിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരാളായിട്ട് മാറുക. അവർ വേദനിച്ചിരിക്കുന്ന നേരത്ത് അവരുടെ കൂടെ നിന്ന് ബലം കൊടുക്കുക. അവർ തളർന്ന് കിടക്കുന്ന നേരത്ത് അവരുടെ ഒപ്പം ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥന ചൊല്ലുക. അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പൻ വല്ലാതെ ക്ഷീണിച്ച് വരുമ്പോൾ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നത് അത് അമ്മയ്ക്ക് മാത്രം പറ്റുന്ന കാര്യമല്ലല്ലോ. അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അമ്മയുടെ കൂടെ പോയിരുന്ന് സഹായിക്കുന്നത് മക്കളുടെ മാത്രമല്ല, അപ്പനും ചെയ്യാവുന്ന കാര്യമാണല്ലോ. വൃദ്ധരായി കിടക്കുന്ന മാതാപിതാക്കളുടെ അടുത്ത് ചെന്ന്, കിടപ്പ് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുത്ത് ചെന്നിരുന്ന് ഒരു കൊന്ത ചൊല്ല്, ഒരു കരുണക്കൊന്ത ചൊല്ല്. നല്ല സമരിയാക്കാരനാവാനായിട്ട് ഒരുപാട് സാധ്യതകൾ കുടുംബത്തിൽ തന്നെ ഉണ്ടെന്ന്. കർത്താവെ, ഒപ്പമുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്ന മനുഷ്യരായി മാറാൻ, ഞങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടെയൊക്കെ ആഴമുള്ളതായി തീരാൻ ഞങ്ങൾ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനായി ആശീർവദിക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ മുറിവുകളിൽ സ്നേഹത്തിൻ്റെ ലേപനം പൂശുന്ന സ്വർഗത്തിൻ്റെ വൈദ്യന്മാരായി മാറാൻ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ അങ്ങേ സ്വർഗീയ കാരുണ്യം കൊണ്ട് നിറയ്ക്കാൻ മനസ്സാകണേ എന്നപേക്ഷിച്ചുകൊണ്ട് നമുക്ക് കിടക്കകളിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ